വേണ്ടി വരുവാണ്. നമുക്ക് തൽക്കാലത്തേക്ക് വേറൊരു ഗെയിം കളിക്കാം. ഇവൻ്റ് എടുക്കുവാണോ? ബ്ലോക്ക് ഫ്രൂട്ട്സ് കൊള്ളാം. സ്റ്റിൽ ഐ എം ഗോണ പ്ലേ 99 Nights in the Forest. പുതിയ അപ്ഡേറ്റ് എന്തോ നടന്നായിരുന്നു. എനിക്ക് ഇതെൻ്റെ അച്ഛൻ്റെ മൊബൈലായതുകൊണ്ട് കുറച്ച് ഗെയിംസ് ഉള്ളു. പക്ഷേ എൻ്റെ അമ്മേൻ്റെ മൊബൈലിൽ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, മനസ്സിലായോ? ഞാൻ ഇവനും കൂടെ എന്തുകൊണ്ട് ചെയ്യാനാണ്. ഗ്രീൻ ബീൻ ഉള്ളവരാണ്. ഗ്രീൻ ബീൻ ഒരെണ്ണം കിട്ടി. എടാ അവൻ ദത്ത് അവളെ ഞാൻ കറക്കട്ടെ. ഓക്കെ, നമ്മൾ ടെലിപ്പോർട്ടായി. 2 ഗ്രീൻ ബീൻസ് ഉണ്ട്. എൻ്റെ ക്ലാസ് ഏതാണെന്ന് എനിക്കറിയില്ല. ക്യാമ്പറിനെ അടിക്കില്ല. ക്യാമ്പറിനെ ടോർച്ച്. സ്പീഡിലേക്ക് പോണു. ഞാൻ ഒരു പുവർ ബേക്കനാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ഡൗൺ ചെയ്യുക, എടുക്കുക, സ്റ്റോർ ചെയ്യുക. ഒരു ക്യാരറ്റ് എടുത്ത് സ്റ്റോർ ചെയ്യുക. ഇവിടെ ഇഗ്നൈറ്റ് ചെയ്യാം. ഇഗ്നൈറ്റ് അവിടെ കുറച്ച് പേരൊക്കെ കൊണ്ടുപോയി ഇടറാ. എനിക്ക് ഒറ്റൊരാളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾ തൽക്കാലത്തേക്ക് ഫുഡൊക്കെ ചോപ്പ് ചെയ്ത് എടുക്കും. ഞാൻ ഫുഡ് സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാം. സ്റ്റോർ നാളെ ആയിരിക്കും മറ്റേ എന്തായിരുന്നു അവൻ്റെ പേര്? റാബിറ്റ് ഫുഡ് ട്രേഡ് ചെയ്യാനുള്ളവൻ തന്നെ. അപ്പോൾ പക്ഷെ ഒരു ബോൾട്ട് കിട്ടി. പക്ഷെ അപ്ഗ്രേഡ് ചെയ്തല്ല എൻ്റെ ആവശ്യം പറ്റി. ഒന്ന് ഓർത്തോ കേസ്, നമുക്കൊരു ഇത് കിട്ടുന്ന ചെസ്റ്റ്. ഒരു വൂൾഫ് ഉണ്ട്. അയ്യോ തോറും വൂൾഫിന് ഇങ്ങനെ അങ്ങ് തീർത്തേക്കാം. നമുക്കൊരു കുഴപ്പമില്ല. യെസ്. ഓ ചാവ് യെസ്. പറഞ്ഞല്ലോ കേസ്, നമുക്കെന്ത് പ്രശ്നം? നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് നീ കൊണ്ടുപോയിക്കും. ഞാൻ അപ്പോഴത്തേക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. എങ്ങനെ ഒരു ഗുഡ് സാക്ക് അല്ലെങ്കിൽ ടോർച്ചാണ് എനിക്ക് തോന്നുന്നത് കിട്ടാൻ വേണമെങ്കിൽ. തോന്നി ഇവന്മാരൊക്കെ ടോർച്ച് തരില്ല. പോലത്തെ ബിഗിനേഴ്സിനൊക്കെ കള്ളന്മാരെ. നിങ്ങൾക്കറിയാം നമുക്ക് ഇവിടെ നിന്ന് AFK ചെയ്യാന്ന്. ഇതിൻ്റെ അകത്ത് അതിനെക്കാട്ടും കൂടുതൽ ടോർച്ച്. എന്താ ടോർച്ചുള്ള ഇതാണ് വ്യാപാരം. ഇതാണ് മോസ്ട്രോളൻ്റെ ഈ ഒരു പ്രത്യേകത. ഞാൻ ഓപ്പൺ ചെയ്താണ്. എനിക്ക് വേറെ ഒരു ചെസ്റ്റും കിട്ടില്ല. നിങ്ങൾ പറഞ്ഞു തന്നെ നോ മോർ ചെസ്റ്റ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, ഈ ഗെയിമിങ് ഷോർട്ടാണ് കുറച്ച്. കാരണം എനിക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഇല്ല, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. കള്ളന്മാർ കൊണ്ടുപോകുന്നാളോ അപ്ഗ്രേഡൊക്കെ ചെയ്യേണ്ടായിരുന്നു. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഐ ഡോണ്ട് കെയർ. കാരണം ഫസ്റ്റ് നൈറ്റിലൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. റാമ്പിനായാലും ആർക്കായാലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ടേക്ക് റിവോൾവർ നല്ലൊരു കാര്യമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ടേക്ക് ബോൾട്ടൊന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തരും. പക്ഷെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഒന്നും തരില്ല കള്ളന്മാർ. റാമ്പ് എങ്ങനെ വന്നു എനിക്കറിയില്ല കേട്ടോ. ഗ്രീൻ റഗ്ഗോ? എന്തിനാ ഗ്രീൻ റഗ്ഗൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ബണ്ണി ഫുഡ്. ചൈൽഡ് ഹാസ് ബീൻ റെസ്ക്യൂഡാ? എങ്ങനെയുണ്ടാ? നമ്മുടെ കൂടെ തന്നെ ഹാക്കുണ്ട്. വർക്കിട്ട് ഞാൻ മോർണിംഗ് ആവാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്. കാരണം
കാരണം നാളെ എനിക്ക് ബണ്ണി ഫുഡ് ട്രേഡ് ചെയ്ത കുറച്ച് വലുത് കിട്ടും. എന്ത് കിട്ടിയുള്ള ഇത് നിങ്ങൾക്കറിയില്ല. ഓൾഡ് സാക്ക് നമുക്ക് ഗുഡ് സാക്ക് ആക്കാൻ പറ്റും. ഈറ്റ് കൊടുക്കാം ഒക്കെ. ഞാൻ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് പോലും അറിയണില്ല ഗൈസ്. പിന്നെ ഇതൊക്കെ എടുത്ത് എനിക്ക് ബണ്ണി ഫുഡാണ് വേണ്ടത്. എൻ്റെ കയ്യിലൊരു ബണ്ണി ഫുഡില്ല. ട്രേഡറിൻ്റെ കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഗുഡ് ആക്സ്, ഗുഡ് സാക്ക്, ഗുഡ് ആക്സിനെ തൽക്കാലത്തേക്ക് കൊടുക്കുക. കാരണം ഗുഡ് ആക്സ് കിട്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ വുഡ് നമുക്ക് കിട്ടും. ഞാൻ വുഡിലായിരുന്നു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വൂൾഫ് പെറ്റ് വേണം. അതിന് ഞാൻ മറ്റേ ഡൈനോ കിറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. അവിടെയാണോ ഡൈനോ കിറ്റ്? അല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല. ഇവിടെയാണ് വൂൾഫ് പെറ്റ് മോർ കിട്ടാൻ ചാൻസ്. വൂൾഫ് പെറ്റിലെല്ലാം തീർന്നോ? അവിടെ കള്ളന്മാർ പിന്നെ ഇതിൻ്റെ അത് എന്തെങ്കിലും ചെസ്റ്റ് ഉണ്ടോ? ഗൈസ്, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെസ്റ്റ് കിട്ടി. സംസാരിക്കാതെയാണ് ഇത്രയും നേരം കളിച്ചതെന്ന് വിചാരിക്കുമ്പോഴേ. ടേക്ക് ലെതർ ബെൽറ്റ് കിട്ടി. ഇത് ഡൈനോ കിഡിൻ്റെ ഹെഞ്ച് നൈറ്റ്സ് അപ്രോച്ചിങ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് വൂൾഫ് പെറ്റിൽ വേണം. വൂൾഫ് പെറ്റിൽ കിട്ടാനുള്ള വേറൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് മീറ്റ്. വേറെ രീതിയിൽ നമുക്ക് കിട്ടും രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നൈറ്റ് അപ്രോച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് പോകണം. അത് സ്പ്രിൻ്റ് ചെയ്തിട്ട് തന്നെ പോകണം. ടേക്ക് മെഡ് കിറ്റ് കിട്ടിയാൽ നമുക്ക് പുതിയതാണോ അതോ പഴയതാണോ? അല്ലോ, പുതിയതാണ്. എന്തായാലും കോയിൻസ് എടുത്തിട്ടുണ്ട്. കോയിൻസ് മതി എനിക്ക്. റാമ്പ് എങ്ങനെ അവിടെ കയറി തീർന്നു ചത്ത് ഞാൻ. നമ്മൾ ഡെഡാവും. ഇതിൻ്റെ അകത്തൊന്നും എനിക്ക് സ്പിയർ കിട്ടാൻ കൂടുതൽ. ഇവിടെ സ്പിയർ കിട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ ഗുഡ് ആക്സ് ലാവശ്യമുണ്ടായിരുന്നു. നൈറ്റ് സപ്പോർട്ട് സ്പ്രിൻ്റ് ചെയ്തോ. ഹോളി ഷിറ്റ് ഉണ്ട്.
സോറി ഗായ്സ്, ഞാൻ സംസാരിക്കാൻ മറന്നു. എൻ്റെ മോനെ, നമുക്കിത് കിട്ടി. ആടാ ഗായ്സ്, സോറി കേട്ടോ. ആക്ച്വലി ഞാൻ സോറി പറയാം. ഞാൻ സത്യം പറയാല, സംസാരിക്കേണ്ട കാര്യം ഞാൻ വിട്ടു. ഇതിനൊക്കെ ഒരു റൈഫിൽ അങ്ങനത്തെ ഒക്കെ സാധനം വെച്ചിട്ട് ഇതിനൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ആദ്യത്തെ ഹീലോട്ടെ. ഉമ്മ 2 ആൽഫ വൂൾസ് ചത്തു. നമ്മൾ ഡെഡ് എൻഡിൽ കിടക്കും. ചത്തു ഗൈസ്. പിന്നെ വേറെ കാര്യം പറയാണ്, ഞാൻ ചാവാൻ പോവാണ്. എനിക്ക് വയ്യ. അമ്മച്ചി കൂടെ എവിടെയായിരുന്നു? ചെസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നൈറ്റ് അപ്രോച്ചിങ്. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ബുട്സൊക്കെ പോടാ. ഗൈസ്, ഞാൻ ഇപ്പോൾ ഫുഡും തീർന്നു കിടക്കും. നമ്മുടെ സ്കൈ റെഡായി. എനിക്കും പ്രോബ്ലമാണ് ഗൈസ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹംഗ്രി ആയിരുന്നു. അപ്പം രാവിലെ ആയി. മീഡിയറായിട്ട് എന്തെങ്കിലും വന്ന് ഇടിച്ചെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണമായിരുന്നു ഗൈസ്. എനിക്കറിയില്ല. മീഡിയർ ഹാവ് ക്രാഷ്ഡ് ഓൾ ഓവർ മാപ്പ്. മീഡിയർ ക്രാഷ് ഗൈസ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ, ഞാൻ പോവാണ്. എനിക്ക് ഷോർട്ട് വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നുപോയി. കളിച്ച് ശരി ഗൈസ്, ബൈ. സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്.